അങ്ങനെ ഓസ്ട്രേലിയ ഓടിയ പരമ്പര തൂത്തുവാരിയില്ല. മൂന്നാമത്തെ ഏകദിനത്തിൽ ഇന്ത്യക്ക് വിജയം, അതും ആധികാരികമായിട്ടുള്ള വിജയം, അതും ആരാധകർ കാത്തിരുന്ന പോലെ റോക്കോ കോമ്പിനേഷനിൽ ചേസ് ചെയ്തിട്ടുള്ള ഒരു വിജയമാണ്. തീർച്ചയായിട്ടും ആധികാരികമായിട്ടുള്ള വിജയം എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഒരു വിക്കറ്റ് മാത്രമേ നഷ്ടമായുള്ളൂ. 9 വിക്കറ്റിന് ഉള്ളൊരു വിജയമാണ്. അതിനോടൊപ്പം തന്നെ 69ഓളം പന്തുകൾ ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ വിജയിക്കുന്നത്. ടോസ് പതിവ് പോലെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു, ഓസ്ട്രേലിയക്കാണ് ടോസ് കിട്ടിയത്. പക്ഷേ ഇത്തവണ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു തുടക്കവും ലഭിച്ചു എന്നുള്ളതാണ്. 9 ഓവറിൽ 61 റൺസ് എന്ന് പറയുന്ന നിലയിലൊക്കെ നിൽക്കുന്ന സമയത്താണ്, നല്ല രീതിയിൽ തുടങ്ങി നിൽക്കുന്ന സമയത്താണ് ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നത്. 29 റൺസ് 24 പന്തിൽ. അതിനുശേഷം 15ാമത്തെ ഓവറിൽ മിച്ചൽ മാഷ് നന്നായിട്ട് ബാറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 41 റൺസ് നേടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അക്സർ പട്ടേൽ ബൗൾഡ് ആക്കുന്നത്. പിന്നീട് ഷോട്ടിൻ്റെ വിക്കറ്റ് അത് വാഷിങ്ടൺ സുന്ദറാണ് നേടിയത്. പക്ഷേ വിരാട് കോഹ്ലിയുടെ ഒരു എക്സലൻറ്റ് ക്യാച്ചാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഷോട്ടിൻ്റെ എത്ര ക്യാച്ചാണ് മിസ്സായി പോയത്, അല്ലെങ്കിൽ ഡ്രോപ്പായി പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മത്സരം കൈവിട്ടു. എന്നാൽ ഇത്തവണ ഒരു ഉഗ്രൻ ക്യാച്ചാണ് വിരാട് കോഹ്ലി നേടുന്നത്. അതിന് ശേഷം അലക്സ് കാരിയുടെ വിക്കറ്റ് ആണെങ്കിലും ശ്രേയസ് അയ്യറിൻ്റെ ഒരു കിഡിലൻ ക്യാച്ചാണ്. അങ്ങനെ മികച്ച 2 ക്യാച്ചുകൾ. അങ്ങനെയാണ് 183-4 എന്ന് പറഞ്ഞ നിലയിൽ 33 ഓവറൊക്കെ ആയി നിൽക്കുന്ന സമയമാണ്. പക്ഷെ പിന്നെ തുരുതുര വിക്കറ്റുകൾ പോവുകയാണ്. 46.4 ഓവറിൽ 236 ഓൾ ഔട്ടായി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ബോളിംഗ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഹർഷിത് റാണ ഇന്ന് 4 വിക്കറ്റുകളാണ് നേടിയിരിക്കുന്നത്. ഹർഷിത് റാണ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയുള്ള ഒരു താരമാണ് ഈ സീരീസിൽ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ബാറ്റ് കൊണ്ട് ചെറിയ രീതിയിലുള്ള പെർഫോമൻസ് കാണിച്ചു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും 4 വിക്കറ്റ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. അക്സർ പട്ടേൽ നല്ല എക്കോണമിയിൽ പന്തെറിഞ്ഞു. 3 ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി. വാഷിങ്ടൺ സുന്ദർ 2 വിക്കറ്റുകൾ നേടി. കുൽദീപ് ആണെങ്കിൽ 1 വിക്കറ്റ് നേടിയുള്ളെങ്കിലും ഡീസൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെല്ല് എറിഞ്ഞു. അതുപോലെ സിറാജ് ആണെങ്കിലും അത്യാവശ്യം എക്കോണമി കുറച്ച് എന്നാൽ 1 വിക്കറ്റൊക്കെ നേടി. പക്ഷേ ഈ ഒരു മത്സരത്തിലൊരു മോശം പ്രകടനം എന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തോന്നിയിട്ടുള്ള താരം പ്രസീദ് കൃഷ്ണയാണ്. നല്ല രീതിക്ക് അടി വാങ്ങിച്ചിട്ടുള്ളത് പ്രസീദ് കൃഷ്ണയാണ്. പിന്നീട് രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആധികാരികമായിട്ടാണ് വിജയിച്ചത്. ഇപ്പോൾ ബാറ്റിംഗ് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തുടങ്ങി. ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്ന 10 ഓവറുകൾക്ക് ശേഷമാണ് 24 റൺസിന്. അതിനുശേഷമാണ് ആരാധകർ ആദ്യ 2 മത്സരത്തിൽ കാണാൻ കാത്തിരുന്ന റോക്കോ കോമ്പിനേഷൻ അത് നമ്മൾ കണ്ടത്. രോഹിത് ശർമ്മ ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തിലെ പോലൊന്നുമല്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ തുടങ്ങി. വിരാട് കോഹ്ലി ആണെങ്കിലും ആ ഒരു പ്രഷർ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം കഴിഞ്ഞ 2 മത്സരത്തിൽ 0-ൽ ഔട്ടാകുന്നു, കരിയർ തന്നെ ഒരു പ്രഷർ സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. ആ സാഹചര്യത്തിലാണെങ്കിലും അദ്ദേഹം യാതൊരു വിധത്തിലൊരു പ്രഷറും ഇല്ലാതെ വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ കളിച്ചു. നമുക്കറിയാം ചേസ് മാസ്റ്റർ എന്നാണ് വിരാട് കോഹ്ലിയുടെ പേര്. അപ്പം ആദ്യമായിട്ട് ചേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അദ്ദേഹവും രോഹിത് ശർമ്മയും കൂടെ നിന്ന് ഈ 2 താരങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ അത് ഉറപ്പായിട്ടും വർക്കൗട്ടായി. വിരമിക്കണമെന്നൊക്കെ പറഞ്ഞവരൊന്നും കൂടി ആലോചിക്കുക. എന്താണെങ്കിലും ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഒരു 2 ഓഡിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇവർ ഏത് രീതിയിൽ കൂടി പെർഫോം ചെയ്യും, നമുക്ക് ഇനിയും കാത്തിരിക്കണമല്ലോ വീണ്ടും ഇവരുടെ ബാറ്റിംഗ് കാണാനായിട്ട്. എന്താണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള സെഞ്ചുറി രോഹിത് ശർമ്മ നേടിയെടുക്കുന്നു. 121 റൺസ് 125 ബോളിൽ ഉഗ്രൻ ഇന്നിങ്സ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സും 74 റൺ 82 പന്തിൽ. അതോടുകൂടി ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഒരു റെക്കോർഡ് കൂടി കുറിച്ചു. ഏറ്റവും കൂടുതൽ ഓഡിയോ റൺസ് നേടുന്ന 2ാമത്തെ താരമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. സച്ചിന് താഴെ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിലൂടെ സാധിച്ചെടുക്കാൻ സാധിച്ചു. നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. 2 പേരും നമുക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സുഖമുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ് നമുക്ക് സമ്മാനിച്ചതെന്നുള്ളത് സംശയം പറയാനായിട്ട് സാധിക്കും. ഇനി ദാറ്റ്സ് ഇറ്റ് ഗയ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിക്കണമെന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഒന്നും ആയിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ച് മരുന്ന് അവരുടെ കയ്യിലുണ്ട്. അതിലൊരു തർക്കവുമില്ല. ഒരു വേൾഡ് കപ്പ് കളിക്കുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിടാം. പക്ഷേ അവർ ഒരു റിതം കണ്ടെത്തിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിലും അത് അവർക്ക് കാണിക്കാൻ പറ്റട്ടെ അടുത്ത സീരീസിലേക്കൊക്കെ വരുമ്പോൾ. സോ ദാറ്റ്സ് ഇറ്റ് ഗയ്സ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും